ഹലോ ഗൈസ്, നമസ്കാരം. ഇതുണ്ട് വിശേഷം. സുഖമല്ല എല്ലാവർക്കും. ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്ന് സുഖമല്ലാത്തൊരു വിഷയമാണ്. അതായത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു ബസ് ആക്സിഡൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ താഴെ ആ ഡ്രൈവറുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ വട്ടം കയറിയ സ്കൂട്ടിക്കാരൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ ഇട റോഡിൽ നിന്ന് ഇറങ്ങി വന്ന ഓട്ടോറിക്ഷയുടെ കുഴപ്പമാണ്. അങ്ങനെയൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് ലൈക്ക് ഇടാറുമുണ്ട്. ആ ലൈക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ മമ്മൂക്ക പറഞ്ഞ ഒരു കാര്യം വളരെ പ്രശംസനീയമാണ്. അതായത് നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കാത്തു നിൽക്കാതെ എന്തെങ്കിലും കുഴിച്ചു വെച്ചാൽ അതേന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഭക്ഷിക്കാന്നുള്ളത്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. പക്ഷെ അതല്ല നമ്മുടെ പോയിൻ്റ്, അതല്ല. അതായത് ഈ ബസ്സുകളാണ് ഒരു പരിധി വരെ ആൾക്കാരുടെ ശത്രുക്കൾ. പക്ഷേ ഇതിനകത്ത് അപകടകരമായ നമ്മളറിയാത്തൊരു കാര്യമുണ്ട്. കാരണം എന്നാണെന്നറിയോ? ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സംവിധാനത്തിൽ വർഷങ്ങളായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൂട്ടുണ്ടാവും. ഈ രാഷ്ട്രീയക്കാരൻ്റെ കൂട്ട് ഞാൻ ഇന്ന പോലെ മണ്ഡലം പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ ഞാൻ മകരവിളക്കാണ്, അല്ലെങ്കിൽ ഞാൻ ലോക്കൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഞാൻ ആരലു ആണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇടവകയെന്ന് പറഞ്ഞു വിട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇതിൽ പങ്കെടുക്കുന്നതാണ്. ഈ മതമേലധ്യക്ഷന്മാരോ ഈ മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയപരത്തോ സ്ഥിതി ചെയ്യുന്ന ആൾക്കാർക്ക് ഉദ്യോഗസ്ഥൻ കീഴ്പ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സിസ്റ്റമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കോഴിക്കോടുന്നോ കണ്ണൂരിന്നോ എപ്പോഴേലും സ്റ്റാൻഡിങ്ങിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? സ്റ്റാൻഡിങ്ങിൽ ഞാൻ ഇഷ്ടം പോലെ യാത്ര ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിങ്ങിൽ നിന്ന് യാത്ര ചെയ്തിട്ടില്ലേ? ഈ സ്റ്റാൻഡിങ്ങിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജനസംഖ്യയും കുറവാണ്. സ്റ്റാൻഡിങ്ങിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നിന്ന് യാത്ര ചെയ്യുന്നതിൽ മാനസികമായിട്ട് അപകർഷതാബോധം ഒന്നും ഇല്ലായിരുന്നു. അന്ന് റോഡുകൾ വളരെ മോശമായിരുന്നു. 1 മണിക്കൂർ അല്ലെ 3/4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് ബസ്സിനൊക്കെ അരമണിക്കൂർ, കോഴിക്കോട്ടെത്തുമ്പോൾ അരമണിക്കൂർ, കൊട്ടിയൂർ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ 1 മണിക്കൂറൊക്കെ ഉള്ള ഗ്യാപ്പ് ബസ്സുകളുണ്ട്. ഞാൻ എൻ്റെ കണ്ണൂർ ജില്ലയുടെ ഭാഗത്തിരുന്നുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് ഈ കൊട്ടിയൂർ എന്നൊക്കെ പരാമർശിക്കുന്നത്. ആ ഗ്യാപ്പ് ഉണ്ടായിരുന്ന പെർമിറ്റ് ആൾക്കാർ നിന്ന് യാത്ര ചെയ്യാതെ, ഞാൻ പറയുന്ന ഈ രാഷ്ട്രീയക്കാരെയും കൂട്ടിയിട്ട് RT ഓഫീസിൽ അവിടെ ഇവിടെയും പോയി സർക്കാർ സംവിധാനങ്ങൾ അറിയാതെ നടപ്പിലാക്കിയ ഒരു കാര്യങ്ങളായതല്ല. അവരുടെ ശ്രദ്ധയിൽ ഇതൊന്നും അല്ല പെടുന്നത്. അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ ആരൊക്കെ എന്തു ചെയ്തു, എവിടെയെങ്കിലും ഒരു സ്ത്രീ ഗർഭം ആരോപണം ഉന്നയിച്ചു, പിന്നെ അതാണ് കുറേ നാളത്തേക്ക് ചർച്ച. നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാർ റോഡിൽ വണ്ടി ഇടിച്ച് വീഴുന്നതോ ചാനലുകാരുടെ ശ്രദ്ധയിൽ ഒന്നും പെടുന്നില്ല. വൈകുന്നേരം ഇത് ചർച്ച ചെയ്യുന്നപ്പെടുന്നില്ല. സർക്കാർ സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് ഒന്നും എത്തുന്നില്ല. നിരന്തരം എത്ര പേരാ ചേളാരിയിലൊക്കെ ഒരു ബൈക്കിൻ്റെ ബേക്കിൽ തട്ടിയിട്ട് പ്രൈവറ്റ് ബസ്സുകാരൻ നെട്ടിയിട്ട് അതിൻ്റെ സണ്ടിൽ കൂടെ ജസ്റ്റ് രക്ഷപ്പെടുന്നതും മറ്റുള്ള കാര്യങ്ങളും, സെൻറ്ററിലൂടെയുള്ള പാച്ചിൽ. ഈ ഇവരിങ്ങനെ പായാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ ഇടപാട് നടത്തിയിട്ടുള്ള ഈ പെർമിറ്റ് വിതരണമാണ്. പെർമിറ്റ് ചവറ് പോലെ, പൈസയുള്ളവന് ഇഷ്ടം പോലെ വണ്ടി ഇറക്കി, ഇഷ്ടം പോലെ പെർമിറ്റ് 2 മിനിറ്റിൽ പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. ഒരുപാട് നേരം പറയേണ്ടി വരും. 2 മിനിറ്റ് ഗ്യാപ്പിൽ 3 മിനിറ്റ് ഗ്യാപ്പിലൊക്കെ ഒരു ബസ്സിന് പെർമിറ്റ്. എന്നാൽ പിന്നെ ബസ് നേരെ അങ്ങ് പോവുമെങ്കിൽ കുഴപ്പമില്ല. എല്ലാ ജംഗ്ഷനിലും ബ്ലോക്ക്. റോഡ് കറക്റ്റാക്കിയിട്ട് വേണ്ടേ നമ്മൾ പെർമിറ്റ് കൊടുക്കാൻ? ബസ്സുകാരൻ പായുന്നുണ്ട്, ഓൾറെഡി ശരിയാണ്. കാരണം എന്താ പറയുക, ഒരാൾ തുടങ്ങുന്ന പാച്ചിലത്. രാവിലെ തുടങ്ങുന്ന ആദ്യം തുടങ്ങുന്ന വണ്ടിയുടെ പാച്ചിൽ. ഒരു ബസ് രാവിലെ റോഡിലിറങ്ങിയിട്ട് ബ്ലോക്കിൽ പെട്ടിട്ട് അവൻ എവിടെത്തിന്ന് മറ്റേ ആൾ വിളിച്ചു ചോദിക്കുമ്പോൾ മറ്റേ ആൾ ഓടിയെത്തണ്ടേ? ഇവൻ എഴുപത്തിന്ന് പുറകെയുള്ള ആൾ വിളിച്ചു ചോദിക്കുമ്പോഴത്തേനും അവനെ മറ്റവൻ വിളിച്ചിട്ട് ചീത്ത പറയാണ്, നീ അവിടെ താഴ്ചവ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാനെന്താ ആക്കേണ്ടത് പറയപ്പാ. കണ്ണൂർ സ്ലാങ്ങിലാണ് ചീത്ത. അവനെന്ത് ചെയ്യും? അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇതിനേക്കാട്ടിലും വലിയ പിടുത്തം കയ്യിലുള്ളവൻ വരികയാണ്, വളയം പിടിക്കാൻ ഇതിനേക്കാളും കെൽപ്പുള്ളവൻ വരികയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയക്കാരുടെ ഇടപെടലിൽ
ഏത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ കേട്ടോ, ഏത് രാഷ്ട്രീയക്കാരും ആയിക്കോട്ടെ, ഇവരുടെ ഇടപാടിൽ പെർമിറ്റ് വിതരണത്തിലുണ്ടായ ഒരു അപാകത ഇതിന് ആർക്ക് പരിഹരിക്കാൻ പറ്റും? ഒരുപാട് ബസ് ഇറക്കി, ഒരുപാട് നല്ല രീതിയിൽ പ്രശസ്തനീയമായ ഒരു ഗതാഗത വകുപ്പുണ്ട്. ഈ പരിപാടിയിൽ ഈ നിരന്തരം ഈ ഈ ചെറിയ വാഹനം ഓടിക്കുന്ന ഈ പാവങ്ങളാണ് ഇതിൻ്റെ അടിയിൽപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാഹനം ഓടിച്ചിട്ട് ലൈസൻസ് എടുത്തിട്ട് പൂർണ്ണമായിട്ടൊരു 10 വർഷം ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടും ഒരു ലൈസൻസ് എടുത്തിട്ട് പിന്നെ അങ്ങ് എക്സ്പീരിയൻസ് ഒരുപാടാകുന്നവരെ കാത്തു നിൽക്കാനൊന്നും പറ്റില്ല റോഡിലിറങ്ങാൻ. ശരാശരി ഒരു സൈഡിൽ കൂടെ ചേർന്ന് പോകാനുള്ള അവകാശം കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സെൻറ്ററിൽ കൂടെ പാഞ്ഞു വരുന്നവർ വരുമ്പോൾ ഇവർ ഈ പാവങ്ങൾ എങ്ങോട്ട് മാറും? ഒരു ചോദ്യം അവിടെ നിൽക്കുകയല്ലേ. സാമാന്യ ബുദ്ധിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവർക്കായിട്ടൊരു ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ പാവങ്ങൾക്ക് പോകാൻ വേണ്ടി ഒരു ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കുക. ബസ്സുകാർക്ക് അതിൽ തന്നെ പോയിക്കോട്ടെ. ബസ്സുകാരെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്. ബസ്സുകാർക്ക് ഈ കാശുള്ളവൻ വണ്ടി വാങ്ങിയപ്പം ഈ മറ്റുള്ളവരെ കൂട്ടി വരുമ്പോൾ, രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരെ കൂട്ടി വരുമ്പോൾ നിങ്ങൾ വിതരണം ചെയ്ത ഈ പെർമിറ്റ് ഉണ്ടല്ലോ, ഈ പെർമിറ്റാണ് ഈ വക പ്രശ്നത്തിന് മുഴുവൻ കാരണമാക്കിയത്. ആരോട് നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും പരാതി കൊടുത്തോ? അങ്ങനെ നിന്ന് യാത്ര ചെയ്താൽ കൂടെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് കോടതി പോകണ്ടേ? ആ കേസ് കോടതി പോയാൽ കോടതിക്ക് ഒരു തീരുമാനം പറയണ്ടേ? ഇത് കോടതിയും കണ്ടുകൊണ്ടിരിക്കുന്നു, സർക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആൾക്കാർ ചാകുന്നത്. നിങ്ങൾ സേഫായിട്ട് യാത്ര ചെയ്യുക. നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ജഡ്ജിൻ്റെ മുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രൈവറ്റ് ബസ് ക്രോസ് ആയിട്ടുണ്ട്, അത് പിറ്റേ ദിവസം വാർത്തയാകുക. സാമാന്യ ബോധം, സാമാന്യ യുക്തിക്ക് വേണം ഭരണം നടത്താൻ. ആരാണെങ്കിലും, ജുഡീഷ്യറി ആണെങ്കിലും സർക്കാരുകളാണെങ്കിലും ഇതിനൊരു നീക്കുപോക്ക് നമ്മൾ ചിന്തിച്ച് നമ്മൾ തന്നെ, ജനങ്ങൾ തന്നെ നമ്മൾ തന്നെ തിങ്ക് ചെയ്യണം, നമ്മൾ തന്നെ പ്രതികരിക്കണം, കൂട്ടായ്മ ഉണ്ടാകണം. നമ്മളൊന്നിനും കീഴ്പ്പെടരുത്. അത്ര എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പാവങ്ങളാണ് പൊരിഞ്ഞു പോകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ അമ്മമാരാണ്, നമ്മുടെ സഹോദരിമാരാണ്. മരിച്ചു പോകുന്ന ആരാണെങ്കിലും ഒരാളെ കൊല്ലുന്നതിന് സമാനമായൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെതിരെ പ്രതികരിക്കാണ്ട് നാട്ടിൽ നടക്കുന്ന മറ്റുള്ള, ഞാൻ പറഞ്ഞ ഒരുത്തനെ പീഡിപ്പിച്ചു, അത് കേസ് നടക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ വന്നു ചാനലുകാർ പിന്നെയും അതിൻ്റെ പുറകെ പോവുക മൈക്കും പിടിച്ചിട്ട്. ഈ റോഡിൽ നടക്കുന്ന കാര്യമൊന്നും കാണുന്നില്ല. റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ തേച്ചും കാണിക്കുന്ന ഇൻസ്റ്റാഗ്രാമുകാരും അവരും ഇവരൊക്കെയാണ്. പറഞ്ഞാൽ തീരാത്ത വിഷയമാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.